എമ്പുരാൻ വിവാദങ്ങൾ കത്തിപ്പടരുകയാണ്. ആ അവസരത്തിൽ ബോക്സ് ഓഫീസിനെ വിറപ്പിച്ചുകൊണ്ടാണ് ഈ മോഹൻലാലിന്റെ എമ്പുരാൻ എന്ന സിനിമ ജൈത്രയാത്ര തുടരുന്നത്. വെട്ടിമാറ്റുന്നതിന് മുമ്പേ ആ ചിത്രം കാണാനുള്ള തിരക്ക് വർദ്ധിക്കുകയാണ്. അത് പ്രകടമാകുന്നത് ബോക്സ് ഓഫീസിലാണെന്ന് മാത്രം. എമ്പുരാൻ ഇതുവരെ നേടിയിരിക്കുന്നത് 170-175 കോടിക്കകത്താണ്. അതും വെറും 4 ദിവസം കൊണ്ട് വേൾഡ് വൈഡിൽ നിന്നും ബോളിവുഡിന്റെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് 200 കോടി എന്ന മാജിക് നമ്പറിലേക്ക് മോഹൻലാലിന്റെ എമ്പുരാൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. ആടുജീവിതവും ലൂസിഫറും ഒക്കെ ഈ സമയത്ത് 50 കോടി എന്ന നമ്പറുകൾ മറികടന്നിട്ടേ ഉള്ളായിരുന്നു വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ. 100 കോടി ലീഡാണ് എമ്പുരാൻ എന്ന സിനിമ കാഴ്ചവെക്കുന്നത് ഇവരെ താരതമ്യം ചെയ്യുമ്പോൾ. ഇതിനപ്പുറം തന്നെ ഏറ്റവും കൂടുതൽ കളക്ഷൻ വരുന്നത് ഓവർസീസിൽ നിന്ന് തന്നെയാണ്. 10 മില്യൺ 3 ദിവസം കൊണ്ട് നേടിയെന്ന് ഒഫീഷ്യലായി മോഹൻലാൽ അടക്കമുള്ളവർ അറിയിക്കുകയും ചെയ്തു. $10 മില്യൺ എന്ന് പറയുമ്പോൾ 86 കോടി രൂപ. ആദ്യ ദിവസം 5.13 മില്യനും രണ്ടാം ദിവസം 2.62 മില്യനും മൂന്നാം ദിവസം 2.41 മില്യനും നേടുകയുണ്ടായി ഓവർസീസിൽ നിന്നും എമ്പുരാൻ എന്ന സിനിമ. അങ്ങനെ 10 മില്യൺ മറികടന്നു 86 കോടി രൂപ എന്നതായി. ഓവർസീസിൽ നിന്ന് തന്നെ 100 കോടി എന്ന മാജിക് നമ്പറിലേക്ക് ഇതാ എത്തിയും കഴിഞ്ഞു. ഫസ്റ്റ് എവർ മലയാളം മൂവിയായി മാറിയിരിക്കുകയാണ് ഓവർസീസിൽ 100 കോടിക്ക് മുകളിൽ നേടുന്ന ചിത്രമായി എന്നത്. ലൂസിഫർ എന്ന സിനിമയായിരുന്നു മലയാള സിനിമയ്ക്ക് അങ്ങനെ ഒരു അംഗീകാരം നേടിക്കൊടുത്തത്. 50 കോടി മറികടക്കുന്ന ആദ്യ മലയാള സിനിമ എന്നത്. ഇപ്പോഴിതാ എമ്പുരാൻ വന്നിരിക്കുന്നു, അതിന്റെ രണ്ടാം പാർട്ട്. 100 കോടി മറികടക്കുന്ന ആദ്യ മലയാള സിനിമ എന്ന ഒരു അഭിമാന മൊമെന്റിലേക്ക് ഓവർസീസിൽ എമ്പുരാൻ ഞെട്ടിക്കുകയാണ്. അതും വെറും 4 ദിവസം കൊണ്ട്. ഇതൊക്കെ ഇരുന്നാലും കഴിഞ്ഞ ദിവസം രാഷ്ട്രീയപരമായ എമ്പുരാനെതിരെയുള്ള ആക്രമണങ്ങളിൽ ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് മോഹൻലാൽ എത്തുകയുണ്ടായി. മോഹൻലാലിനെതിരെയായിരുന്നു മലയാളികൾ കൂടുതൽ പേരും തിരിഞ്ഞത്. എന്തുകൊണ്ടാണ് മോഹൻലാൽ ഈ ഒരു വിവാദത്തിൽ ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് എത്തിയത് എന്ന രീതിയിലുള്ള ചോദ്യങ്ങളുമായി അവർ എത്തി. അതുമായി ബന്ധപ്പെട്ട ചില പ്രേക്ഷകരുടെ അഭിപ്രായമാണ് ശരിക്കും അത്ഭുതകരമായതും. ലാലേട്ടനെയും പൃഥ്വിരാജിനെയും 4 തെറി എഴുതാൻ വന്ന എന്നെ മാറ്റി ചിന്തിപ്പിച്ച ഒരു കാര്യമാണ് ഒരാൾ പറഞ്ഞിരിക്കുന്നത്. അത് വായിച്ചപ്പോഴാണ് അങ്ങനെ ഒരു കമന്റ് ചെയ്യേണ്ട എന്നൊരാൾ തീരുമാനിക്കുന്നതും. ലാലേട്ടൻ ഖേദം പ്രകടിപ്പിച്ചു, അല്ലാതെ എന്ത് ചെയ്യാൻ കഴിയും? മെയിൻ സ്ട്രീമിൽ നിൽക്കുമ്പോൾ ഒരു നാരുകളെയും പിണക്കി മാറ്റി നിർത്താനോ വിപ്ലവം കളിക്കാനോ ഒന്നും കഴിഞ്ഞെന്ന് വരില്ല. നാട്ടിൽ ഒരു ഫോട്ടോസ്റ്റാറ്റ് കടയെങ്കിലും നടത്തുന്നവർക്കറിയാം യുവന്മാരോടൊക്കെ നയപരമായി നിൽക്കാതെ രക്ഷയില്ലെന്ന്. അപ്പോഴാണ് സാക്ഷാൽ ലാലേട്ടൻ ഫേസ്ബുക്കിൽ ഇരുന്ന് അഭിപ്രായങ്ങൾ പറയുന്ന ഞാൻ ഉൾപ്പെടെ ഉള്ളവരെ, നിങ്ങൾക്കിപ്പോൾ ജോലി ചെയ്യുന്ന കമ്പനിയെ പറ്റിയോ ജോലി ചെയ്യുന്ന അന്യ രാജ്യത്തെ പറ്റിയോ ഒരു അഭിപ്രായം പരസ്യമായി പറയാനുള്ള ധൈര്യമുണ്ടോ? ഇല്ലല്ലോ അല്ലേ? എന്താ കാരണം? നിലനിൽപ്പ്. ഇവിടെയും അത്രയുള്ളൂ. ഈ സാഹചര്യത്തിൽ ഈ കൂട്ടർ എക്സ്പോസ് ആവുന്നത് മനസ്സിലാക്കാൻ ശ്രമിക്കുക, അല്ലാതെ ഒരു മനുഷ്യനെ വീണ്ടും അപമാനിക്കരുത്. എന്റെ ഇന്ത്യ മഹാരാജ്യമേ നിന്റെ അവസ്ഥ എന്നായിരുന്നു ആ കമന്റ്. ആ കമന്റ് വായിച്ച ചില പ്രേക്ഷകർക്ക് മറിച്ചു ചിന്തിക്കേണ്ട ഒരു ബുദ്ധി കൂടി വന്നു എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മോഹൻലാലിനും ഇതേ അവസ്ഥ തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. മോഹൻലാലിനെ സപ്പോർട്ട് ചെയ്ത പൃഥ്വിരാജിനെയും ആന്റണി പെരുമ്പാറിനെയും നമുക്ക് കാണാൻ കഴിഞ്ഞു കഴിഞ്ഞ ദിവസം. കൂടുതലും വിമർശനം മോഹൻലാലിനും പൃഥ്വിരാജിനും ഏൽക്കേണ്ടി വന്നപ്പോൾ ഇച്ചിരി കൂടുതലായിരുന്നു പൃഥ്വിരാജിനെതിരെയുള്ള വിമർശനങ്ങൾ. സംവിധായകൻ എന്ന നിലയിൽ അദ്ദേഹത്തിന് കേൾക്കേണ്ടി വന്ന വിമർശനങ്ങൾ ഗൗരവകരവുമാണ്. അപ്പോൾ പൃഥ്വിരാജിന്റെ അമ്മ മല്ലിക സുകുമാരനും ചില കാര്യങ്ങൾ പറഞ്ഞു വെക്കുകയുണ്ടായി. ഈ സിനിമയുടെ സംവിധായകൻ തന്റെ മകനാണ് എന്നതിനപ്പുറം ഈ സിനിമയുമായി തനിക്കൊരു ബന്ധവുമില്ല, അതുകൊണ്ട് ഈ വിവാദങ്ങളോട് പ്രതികരിക്കേണ്ട എന്നായിരുന്നു എന്റെ നിലപാട്. എന്നാൽ മോഹൻലാലിനെയും സിനിമയുടെ മറ്റ് അണിയറ പ്രവർത്തകരെയും പൃഥ്വിരാജ് ചതിച്ചു എന്ന പ്രചരണം ഉയർന്നതുകൊണ്ടാണ് താൻ പ്രതികരിക്കുന്നത് എന്ന് മല്ലിക സുകുമാരൻ പറഞ്ഞു. പൃഥ്വിരാജ് ചതിച്ചതായി മോഹൻലാലോ മറ്റ് അണിയറ പ്രവർത്തകരോ പറഞ്ഞിട്ടില്ല. മാത്രമല്ല പല വേദികളിലും മോഹൻലാൽ പൃഥ്വിരാജിനെ പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ട്. പൃഥ്വിരാജ് എന്ന സംവിധായകൻ ആരെയും ചതിച്ചിട്ടില്ല, ചതിക്കുകയുമില്ല എന്നാണ് മല്ലിക സുകുമാരൻ പ്രതികരിച്ചത്. മേജർ രവി നടത്തിയ പരാമർശത്തിനെതിരെയും മല്ലിക സുകുമാരൻ ഫേസ്ബുക്കിലൂടെ പ്രതികരിക്കുകയുണ്ടായി. റിലീസിന് മുമ്പ് മോഹൻലാൽ എമ്പുരാൻ സിനിമ കണ്ടിട്ടില്ലായിരുന്നു എന്ന് മേജർ രവി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. എമ്പുരാൻ എന്ന സിനിമയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിന് ഈ കൂട്ടായ്മയിൽ ഉള്ള എല്ലാവർക്കും ഉത്തരവാദിത്തം ഉണ്ട്. അവർ എല്ലാവരും ഒന്നിച്ചിരുന്ന് തിരക്കഥ വായിച്ചിട്ടുണ്ട്. എടുക്കുന്ന രംഗങ്ങൾ അപ്പോൾ ഒന്നിച്ചിരുന്ന് കണ്ട് എല്ലാവരും ഓക്കെ പറഞ്ഞിട്ടുണ്ട്. എടുക്കുന്ന ഘട്ടത്തിൽ സീനുകൾ തിരുത്തണമെങ്കിൽ അതിനുവേണ്ടി എഴുത്തുകാരനായ മുരളി ഗോപി എപ്പോഴും സന്നദ്ധനാണ്. പിന്നെ എല്ലാം കഴിഞ്ഞ് സിനിമ ഇറങ്ങിയപ്പോൾ എങ്ങനെ അതിന് പൃഥ്വിരാജ് മാത്രം ഉത്തരവാദിയാകും? മാസങ്ങൾക്ക് മുൻപ് ഒരു ദിവസം ഞാൻ മകനെ വിളിക്കുമ്പോൾ അവൻ ഗുജറാത്തിൽ ഷൂട്ടിങ്ങിലായിരുന്നു. ഞാൻ തിരക്കിലാണമ്മ, ലാലേട്ടൻ വന്നിട്ടുണ്ട്, ഇതുവരെ എടുത്ത ഓരോ രംഗവും ലാലേട്ടനെ കാണിച്ചു കൊടുക്കണം, ആന്റണിയുമായി ചർച്ച ചെയ്യണം എന്നാണ് അവൻ പറഞ്ഞത്. ഇവർ രണ്ടുപേരും അറിയാതെ ഒരു ഷോട്ട് പോലും എമ്പുരാൻ എന്ന സിനിമയിൽ ഇല്ല എന്ന് ഞാൻ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു. മോഹൻലാലിന് അറിയാത്ത ഒരു കാര്യവും ഈ സിനിമയിൽ ഇല്ല. തങ്ങൾ ഇതൊന്നും അറിഞ്ഞിട്ടില്ലെന്ന് അവർ രണ്ടുപേരും പറയുകയുമില്ല. പിന്നെ എന്തിനാണ് ഇവരുടെ കൂടെ നിൽക്കുന്നവർ എന്ന് അവകാശപ്പെടുന്ന ചില തെറ്റിദ്ധാരണ പരത്തുന്നത് എന്ന് മനസ്സിലാകുന്നില്ല. മോഹൻലാലിനെയും ആന്റണിയെയും സൂചിപ്പിച്ചാൽ എന്തെങ്കിലും നേട്ടം ഉണ്ടാക്കാം എന്നവർ കരുതുന്നുണ്ടാകും. അവർ നേട്ടം ഉണ്ടാക്കിക്കൊള്ളട്ടെ. മോഹൻലാൽ അറിയാതെ സ്ക്രിപ്റ്റിൽ പലതും എഴുതി ചേർത്തു എന്നും മോഹൻലാൽ പ്രിവ്യൂ കണ്ടില്ല എന്നുമുള്ള കള്ളപ്രചരണങ്ങൾ ആണ് ഇവർ നടത്തുന്നത്. പ്രിവ്യൂ ഇല്ലായിരുന്നത് കൊണ്ട് തന്നെ തിരക്ക് ഒഴിവാക്കാറുള്ള ഞാനും എന്റെ മരുമകളും കൊച്ചുമകളും സിനിമ കണ്ടത് റിലീസ് ദിവസം ആയിരുന്നു. പിന്നെ എന്തിനാണ് നടക്കാത്ത പ്രിവ്യൂ മോഹൻലാൽ കണ്ടില്ലെന്ന്
ചെയ്തില്ലെന്ന് നുണ പ്രചരിപ്പിക്കുന്നത് എന്നൊക്കെ മല്ലിക ചോദിക്കുന്നുണ്ട്. പൃഥ്വിരാജിനെ ബലിയാടാക്കി എന്തെങ്കിലും നേട്ടം ഉണ്ടാക്കാം എന്ന ധാരണ ഒന്നും ആർക്കും വേണ്ട. അവന്റെ ഒപ്പം ഈശ്വരനുണ്ട്. ഞങ്ങൾക്ക് മനുഷ്യരെയല്ല ദൈവത്തെയാണ് ഭയം. ഈശ്വരനാണ് എന്നെയും എന്റെ കുഞ്ഞുങ്ങളെയും ഇതുവരെ വഴി നടത്തിയത്. അതുകൊണ്ട് തന്നെ എന്റെ കുഞ്ഞിനെ ഒറ്റപ്പെടുത്തി ആക്രമിക്കാൻ ശ്രമിക്കുന്നവരെ ഈശ്വരൻ വെറുതെ വിടില്ല എന്നും മല്ലിക പറയുന്നുണ്ട്. മല്ലിക മേജർ രവിക്കെതിരെയും സംസാരിക്കുകയുണ്ടായി. സോഷ്യൽ മീഡിയയിൽ അവർ പങ്കുവച്ച ഈ വാക്കുകൾ വലിയ രീതിയിൽ ശ്രദ്ധ നേടുകയും ചെയ്തിരുന്നു. വലിയ കട്ടുകളാണ് എമ്പുരാനിൽ വരുന്നത് എന്നതായിരുന്നു പ്രചാരണങ്ങൾ. എന്നാൽ സംഭവിച്ചത് അങ്ങനെയൊന്നുമല്ല. ഓൾറെഡി ചിത്രത്തിന്റെ കട്ട് നടന്നു എന്നാണ് റിപ്പോർട്ടുകൾ. അതും ധൃതി പിടിച്ച് അതും ചെയ്തിരിക്കുന്നത് ഒരു അവധി ദിവസം ആണ് എന്നതാണ് കൗതുകരം. കാരണം എത്രമാത്രം ഫ്രസ്ട്രേറ്റഡ് ആണ് ഇവരൊക്കെ എന്ന് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇതൊക്കെ റീ എഡിറ്റ് ചെയ്ത എമ്പുരാൻ ഇന്നു മുതൽ പ്രദർശിപ്പിച്ചു തുടങ്ങും എന്നാണ് പുതിയ വിവരങ്ങൾ. ഞായറാഴ്ച തന്നെ റീ എഡിറ്റിംഗ് പൂർത്തിയായെന്നുള്ള വിവരവും വന്നിരുന്നു. 3 മിനിറ്റ് ഭാഗം ചിത്രത്തിൽ നിന്നും നീക്കം ചെയ്യുമെന്നാണ് വിവരം. അവധി ദിവസമായിട്ടും റീ എഡിറ്റിന് അനുമതി നൽകാൻ സെൻസർ ബോർഡ് ചേരുന്നു. കേന്ദ്ര സെൻസർ ബോർഡ് റീ എഡിറ്റിംഗ് നിർദ്ദേശം നൽകിയത് എന്നാണ് വിവരം. എന്നാൽ ചില വാർത്തകളിൽ പറയുന്നത് സിനിമയിൽ നിന്നും ആദ്യ 20 മിനിറ്റ് നീക്കാനാണ് കേന്ദ്ര വാർത്താ വിനിമയ മന്ത്രാലയം അറിയിച്ചതെന്നായിരുന്നു. എന്നാൽ ആകെ 3 മിനിറ്റാണ് ഒഴിവാക്കുന്നത്. ചിത്രത്തിലെ ബജ്രംഗി എന്ന കഥാപാത്രത്തിന്റെ പേര് ബൽരാജ് എന്ന് മാറ്റിയേക്കും. എന്നാൽ ഇതൊക്കെ പ്രശ്നങ്ങൾ മലയാള വാർത്തകളിലും രാഷ്ട്രീയ മേഖലകളിലും സിനിമാ മേഖലകളിലും കത്തിപ്പടരുമ്പോൾ എമ്പുരാൻ എന്ന സിനിമ തിയേറ്ററുകളിൽ പ്രേക്ഷകർ ഇരുകൈ നീട്ടി സ്വീകരിച്ച് അതിന്റെ ഏറ്റവും ടോപ്പിൽ കൊണ്ടുപോയി ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. 90% ഒക്യുപ്പൻസിയാണ് കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയത് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? എന്നാൽ അതാണ് സംഭവിച്ചിരിക്കുന്നത്. ഏതാണ്ട് മിനിമം 2800+ ഷോകളാണ് കേരളത്തിൽ മാത്രം കഴിഞ്ഞ ദിവസം നടക്കുകയുണ്ടായത്. അതും 90% ഒക്യുപ്പൻസി. ഡർട്ടി പൊളിറ്റിക്സ്, ഹേറ്റ് സ്പ്രെഡ്, ക്യാൻസലിംഗ് ടിക്കറ്റ് അങ്ങനെയുള്ള കലാവിരുതുകൾക്ക് ഇടയിലാണ് എമ്പുരാൻ ഇങ്ങനെ ഫീനിക്സ് പക്ഷിയെ പോലെ ഉയർത്തെഴുന്നേക്കുന്നത്. ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ട്രേഡ് അനലിസ്റ്റുകൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നതും. ഇതുകൂടാതെ കേരളത്തിൽ നിന്നും ഒരു മൈൽ സ്റ്റോൺ കൂടി ക്രിയേറ്റ് ചെയ്യാൻ പോകുകയാണ് എമ്പുരാൻ. കഴിഞ്ഞ ദിവസം ഏതാണ്ട് 90% ഒക്യുപ്പൻസിയിൽ കേരളം ഒട്ടാകെ സിനിമ റൺ ചെയ്യുമ്പോൾ കേരളത്തിൽ നിന്നും മാത്രം 50 കോടി എന്ന മാർക്കിലേക്ക് ഈ വരുന്ന ദിവസത്തിൽ എമ്പുരാൻ മറികടന്നിരിക്കും എന്നത് ഉറപ്പായി കഴിഞ്ഞു. 30-35ലേക്കാണ് ടോട്ടൽ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ ഒക്കെ എത്തി നിൽക്കുന്നത്. അങ്ങനെ മോഹൻലാൽ തീർത്ത മോളിവുഡിലെ റെക്കോർഡുകൾ ഓരോന്നോരോന്നായി എണ്ണി തന്നെ പറയുകയാണ് ട്രേഡ് അനലിസ്റ്റുകളും. ഫസ്റ്റ് 50 കോടി വേൾഡ് വൈഡിൽ, ഫസ്റ്റ് 50 കോടി കേരള ബോക്സ് ഓഫീസിൽ, ഫസ്റ്റ് 50 കോടി ഓവർസീസിൽ, ഫസ്റ്റ് 50 കോടി ഫസ്റ്റ് ഡേ വേൾഡ് വൈഡിൽ, ഫസ്റ്റ് 100 കോടി വേൾഡ് വൈഡിൽ, ഫസ്റ്റ് 100 കോടി ഓവർസീസിൽ. ഇനിയുമുണ്ട് റെക്കോർഡുകൾ.